ഇല്ലേ, അവർക്ക് വലിയ സ്ഥാനമാണ്, അവർക്ക് വലിയ മര്യാദയാണ്. പടച്ച റബ്ബുടെ മുന്നലു ആ ഉലമയുടെ കൂടെ ഞങ്ങം കൂടെ നിൽക്കണമാ. ഞങ്ങൾ കൊടുക്കൂടെ ഒരു രൂപ പോലും വേസ്റ്റാവല മുഅ്മിനീങ്ങളെ. ഹക്കും ബാത്തിലും ഒരുപോലെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്ത മഹാന്മാരാണ് ഞങ്ങളെ ആലിമീങ്ങ. ഞങ്ങളെ ആലിമീങ്ങ നടത്തരെ യതീമീങ്ങളെ മസാക്കീനുടെ വിദ്യാഭ്യാസം കൊടുത്തിട്ടു അങ്ങനെ ഉന്നതമായ ലെവലിൽ എത്തുപാട്ട് ആ സ്വരം അതൊരു വേള ഞങ്ങളെ ഭാഗത്തിൽ എതിർപ്പങ്ങ വന്നു പോയെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടത് യതീമീങ്ങളെ ചോറാണ്. യതീമീങ്ങളെ ചോറ് ഞങ്ങളെ കൊണ്ട് മുടങ്ങിപ്പോയേണ്ട കണ്ടെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, ഞങ്ങളെ കാരണം കൊണ്ടൊരു യതീമായ കിടാവ് പുൽപുട്ടൊരവസ്ഥയ്ക്ക് എത്തിത്തീണ്ട് കണ്ടെങ്കിൽ, ഇതാ ബക്കൽ യതീമു, ഒരു യതീമായ കിടാവ് പുൽപുട്ടാണ്ട് കണ്ടെങ്കിൽ, വഖഅത് ദുമുഉഹു ഫീ കഫിർ റഹ്മാൻ, ആ യതീമുടെ പുൽപുട തന്നിങ്ങ പോയി എത്തിപ്പെട്ടെ പടച്ച റബ്ബുടെ മുന്നലാണ്. ആ റബ്ബ് ആ കണ്ണിട തന്നിക്ക് കാരണമായ ആളെ ശിക്ഷിക്കാണ്ട ഒരു കാലത്തും പുടല. കാരണം ഇത് ഏതേത് കോർട്ടർ ജാലിൽ പോയി പൂണ്ടതല്ല. ആ യതീമുടെ ആക്രന്ദനങ്ങം നൊമ്പലങ്ങം പോയി പൂണ്ടത് ഏതോ മനുഷ്യന്മാരെ ബായിള്ള മുന്നലല്ല, സൃഷ്ടാവായ പടച്ച റബ്ബുടെ മുന്നലാണ്. നബിതങ്ങൾ ചൊന്തു, അല്ലാഹു തആലയാണ് ചൊല്ലെ, മൻ അബ്കാ ഹാദൽ യതീം, ഒരു യതീമായ കിടാവിടെ ഒരാൾ പുൽപ്പുട് പാട്ടിയാണ്ട് കണ്ടെങ്കിൽ, അല്ലദീ വാറൈതു വാലിദഹു തുറാബ്, ആ കിടാവിടെ അബ്ബടെ മണ്ണിടടിലാക്കിയവനു നാനാണ്. ആ നാണ് നഷ്ടപ്പെടുത്തിയേ, ആ അബ്ബ നഷ്ടപ്പെട്ട യതീമായ കിടാവിടെ ഒരാൾ പുൽപ്പുട് പാട്ടിയാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ കാര്യം നോക്കുകുന്നാനുള്ള. എന്നിട്ട് അള്ളാഹു ചൊല്ലതാണ്, മൻ അസ്കതഹു ഫലഹുൽ ജന്ന, അതേ നൊമ്പലം അനുഭവിക്കട യതീമായ ഒരു കിടാവിടെ ആ നൊമ്പലം ഒരാൾ തീർത്തു കൊടുത്തിട്ടു അവൻ്റെ പുൽപ്പുനിക്കുള്ള കാരണം വർത്തായാണ്ട് കണ്ടെങ്കിൽ ഫലഹുൽ ജന്ന, അവനുകു സ്വർഗമുണ്ടു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബിതങ്ങളൊട്ടിക്ക് അള്ളാഹു ഓർഡറാക്കടെ, അമ്മൽ യതീമ ഫലാ തഖ്ഹർ, നബിയെ യതീമായ മക്കളെ കാണുമ്പോൾ അങ്ങ് പറയുക പോവണ്ട, അങ്ങളെ മേൽ പല പ്രയോഗം നടത്തണ്ട, അതവിടെ ഭാഷങ്ങ പടിപാട്ടി കൊടുക്കല്ലാണ്ട് അബ്ബുമ്മ ഇല്ലാത്ത ആൾ ചൊന്നതിരെ പേരിൽ, കേക്കുക ആളില്ലാത്ത ആൾ ചൊല്ലതിരെ പേരിൽ ഒരു കിടാവിടെയും നമ്പലാക്കുക നിൽക്കണ്ടാണ്ടാണ് ഖുർആന്റെ ഓർഡർ. കാരണം നബിയെ നിങ്ങൾ വന്നവരെ യതീമായിട്ടാണ്. അപ്പോൾ അല്ലാഹു തആല നിങ്ങളൊട്ടിക്ക് കാട്ടിയ കുറേ മര്യാദങ്ങം കാരുണ്യങ്ങളുണ്ടു. ആ കാരുണ്യമായിട്ടിക്കണു ഇനി ലോകത്തിൽ ഖിയാമന്നാല് തോല് പറകു പോണ്ടേ യതീമീങ്ങളൊട്ട് നിങ്ങൾ കാട്ടനായത്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം അതിനെ ഏറ്റെടുത്ത് നബിതങ്ങൾ യതീമായിട്ട് ചൊല്ല ഒരു കാരണം കൊണ്ട് അതിലെ എല്ലാ ക്രെഡിറ്റും ലോകത്തിൽ ഖിയാമന്നാല് തോല് പറകു പോണ്ടേ യതീമീങ്ങ കിട്ടിപ്പോയി. എല്ലാ യതീമീങ്ങളെ വലിയ ബഹുമാനത്തിലാണ് ആൾമാർ കണ്ടേ. നമുക്ക് പേനായിട്ട് എത്രയും ചെലവാക്കുക മുസ്ലിമീങ്ങ മുഅ്മിനീങ്ങ റെഡിയാണ്. അങ്ങളെ സന്തോഷിപ്പിക്കുള്ള പ്രയത്നങ്ങളാണ് ഉണ്ട് പല ഭാഗത്തിലും സ്ഥാപനങ്ങളിലൂടെയും അല്ലാണ്ടെയും നടന്നുകൊണ്ടുള്ളേ. അല്ലാഹു തആല ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം ഖിയാമന്നാല് തോലും നിലനിർത്തി തരട്ടെ. എന്നിട്ടാണ് ഖുർആൻ നിബിധങ്ങളിട്ടിക്ക് രണ്ടാമത്തെ ഓർഡർ ഇടേ, വഅമ്മസ്സഇല ഫലാ തൻഹർ, നബിയെ ആരെങ്കിലും നിങ്ങളെ മുന്നൊരു കേട്ടോണ്ട് വന്നെങ്കിൽ, എന്തെങ്കിലും കേട്ടോണ്ട് വന്നെങ്കിൽ, ചിലപ്പോൾ കേക്കിടത് ഇൽമായിട്ടിക്കൂ, ചിലപ്പോൾ കേക്കിടത് ഹെൽപ്പായിട്ടിക്കൂ, ചിലപ്പോൾ കേക്കിടത് പൈസ ആയിട്ടിക്കൂ, ചിലപ്പോൾ കേക്കിടത് ചോറായിട്ടിക്കൂ, ചിലപ്പോൾ കേക്കിടത് ഡ്രസ്സായിട്ടിക്കൂ. മനുഷ്യരുടെ അകത്യമനുസരിച്ച് ചിലപ്പതാ ഒരാൾ ഞങ്ങളെ മുന്നിൽ എത്തിപ്പെട്ടത് ജോബ് കേട്ടോണ്ടായിട്ടിക്കൂ. കേട്ടോ വന്ന ആളെ ഫലാ തൻഹർ, നബിയെ നിസ്സാരപ്പെടുത്തണ്ട, അവൻ്റെ പറഞ്ഞ് ഓടുപാട്ടണ്ട. കേട്ടോ വന്നോണ്ട മുന്നൊരു നല്ല പുഞ്ചിരിയോടെ ജവാബ് കൊടുക്കുക നമുക്ക് സാധിക്കണു. കേട്ടോ വന്ന വസ്തു ചിലപ്പോൾ ഞങ്ങളെ കയ്യിലിക്കൊന്നുണ്ടെന്തില്ല, കയ്യിലില്ലെങ്കിൽ എന്തേ ഞങ്ങളെ മനസ്സുകൊണ്ട് പണ്ട ചില നല്ല പലക്കങ്ങയില്ലേ, അതവനുക്ക് വലിയൊരു ആശ്വാസനം കൊടുക്കുടൂ. അവൻ്റെ നൊമ്പലങ്ങത്തെല്ലെങ്കിലും കൊറടയായി കിട്ടി. ഒരു വേള ബേങ്ങടവൻ്റെ മുഖം നോക്കിയിട്ട് തിരിച്ച് അപ്പുറം രണ്ട് ഞങ്ങൾ പറഞ്ഞാണ്ട് കണ്ടെങ്കിൽ ഓരോ മനുഷ്യന്മാരെ നൊമ്പലം കൊന്തുള്ളത് പടച്ചറപ്പുകല്ലേ. അവൻ്റെ ഉള്ള നൊമ്പലങ്ങം യാറാവുകൊള്ള കാരണമായി പോയാ
ഒരു മനുഷ്യരുടെ മനസ്സ് നൊമ്പലാക്കുമ്പോൾ ജാഗ്രത ആക്കണു. കാരണം ആ നൊമ്പലങ്ങ എത്രയും പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചെടുക്കുക പോണ്ടു. ഒരു മനുഷ്യരുടെ അക്രമാക്കിടതില്ലേ, മനസ്സ് നൊമ്പലാക്കിടതില്ലേ, അതിക്ക് വേഗം മാപ്പ് കിട്ടില്ല. അല്ലാഹു തആലയുടെ മുന്നിൽ ഞങ്ങൾക്ക് ഒരേ ദോഷങ്ങാക്കി നടന്ന ഞങ്ങൾ ചിലപ്പോൾ കട്ട, ചിലപ്പോൾ ഞങ്ങൾ കളവ് ചൊന്ന, ഹറാമായത് നോക്കിയ, അല്ലെങ്കിൽ ഗീബത്ത് ഞങ്ങളുടെ ബായിൽ വന്നു പോയിട്ട് ജീവിതത്തിൽ കുറേ പടച്ചറപ്പുമായി ബന്ധപ്പെട്ട ദോഷങ്ങാക്കിയ ഓ മുഅ്മിനീങ്ങളെ, ഈ ദോഷം പോലെയല്ല. ഒരു മനുഷ്യരുടെ അഭിമാനത്തിൽ കളിക്കിടത്, ഒരു മനുഷ്യരുടെ അഭിമാനത്ത് വർത്തം അതേ കുറവ് വരുത്തിയാണ്ട് കണ്ടെങ്കിൽ എത്രയും വേഗനോകത് തിരിച്ചടിക്കിട്. അതുകൊണ്ടാണ് ഗീബത്തുക്ക് വലിയ ശിക്ഷയൊന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാം പടിപാടിത്തണ്ടേ. കാരണം അതിലൊരു മുഅ്മിന്റെ സ്റ്റാറ്റസിൽ അഭിമാനമില്ലേ, അതെല്ലാം കംപ്ലീറ്റ് പറച്ച് ചീന്തലതിലുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ഗീബത്തിനെ പക്കാ ഹറാമാക്കി തീർത്തേ. ഒരു മനുഷ്യരുടെ മനസ്സ് നൊമ്പനാക്കിടത് പരിശുദ്ധമായ ഇസ്ലാം ഒരു കാലത്തും അനുവദിച്ചു തണ്ടില്ല. ഇവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലിയ നബിയെ, ആരെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കേട്ട് വന്നേണ്ട് കണ്ടെങ്കിൽ ഫലാ തൻഹർ, നബിയെ അങ്ങളെ നിങ്ങ മുഖം നോക്കി പറയണ്ട നബിയെ, അങ്ങളെ നിങ്ങ പോറു ചെന്നിട്ട് അതേ അങ്ങളെ ആട്ടി ഓടുപാടണ്ട നബിയേ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യം ചൊല്ലെ അധ്യായമല്ലേ അബസ വതവല്ല അൻജഅഹുൽ അഅമാ. നബിയേ നിങ്ങ മുഖം തിരിച്ചു പോയാറല്ല നബിയേ, എപ്പോഴാണ് നിങ്ങ മുഖം തിരിച്ചേ? അൻജഅഹുൽ അഅമാ, നിങ്ങളെ മുന്നൊരു അതേ ഇൽമു തേടിയോണ്ട് വന്നൊരു കണ്ണ് കാണാത്ത സ്വഹാബിയില്ലേ, ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി നിങ്ങളെ മുന്നൊരു ഇൽമു കേട്ട് വന്നപ്പാ നബിയെ നികം മുഖം തിരിച്ചില്ലേ? ചൊല്ലുടെ അർത്ഥം പണ്ട് ആയത്തുണ്ടു, ആരും അതാപ്പാർത്ഥം പേരിക്കുക തീറ, തപ്പ് പേരിക്കുക തീറ. അത് നബിതങ്ങളെ കാരുണ്യം ചൊല്ലുടെ ആയത്താണ്. നബിതങ്ങൾ ഇബ്നു മക്തൂമൊടൊട്ടിക്ക് അർസമുള്ളത് കൊണ്ടല്ല മുഖം തിരിച്ചിരെ. ആ ഇബ്നു മക്തൂം വരുമ്പോ നബിതങ്ങളെ മുന്നല് കുറെ ഖുറൈശി നേതാക്കന്മാരുള്ളാറ്, വലിയ വലിയ പൈസക്കാർമാരുള്ളാറ്, വലിയ വലിയ തറവാടുള്ള ആൽമാരുള്ളാറ്. അങ്ങ വന്നു മുസ്ലിമായി കിട്ടുന്ന ചൊല്ലുടെ വല്ലാത്ത അത്യാഗ്രഹമാണ് നബിതങ്ങു. അങ്ങം സ്വർഗത്തിൽ വീണ് ചൊല്ലുടെ വല്ലാത്ത ആശയാണ് നബിതങ്ങു. അതുകൊണ്ടാണ് നബിതങ്ങൾ അങ്ങൊട്ടിക്ക് മുണ്ടി ബാക്കിയായേ ഇബ്നു ഉമ്മി മക്തൂം ഉത്തരം കൊടുക്കാണ്ടിന്നേ. കാരണം ഇബ്നു ഉമ്മി മക്തൂം സ്വന്തം സ്വഹാബിയാണ്. നബിതങ്ങൾക്ക് അതേ കരൾ പോലും പറിച്ചു കൊടുക്കൂ, അത്രമാത്രം സ്നേഹിക്കട സ്വഹാബിയാണ്. അതുകൊണ്ട് ഈ സ്വഹാബി ടൈപ്പമുണ്ടില്ലെങ്കിലും സാരമില്ല, ഈ വന്ന മനുഷ്യന്മാർ പിന്നെ വരലല്ലേ. അതുകൊണ്ട് വന്നപ്പ ഇങ്ങോട്ട് ഇസ്ലാമോട് ഒരു ദാവത്ത് കൊടുക്കാൻ ചെന്നിട്ടു നബിതങ്ങൾ അങ്ങോട്ടേക്ക് മുണ്ടി ബാക്കിയായത്. നബിതങ്ങളെ കാരുണ്യം നോക്കൂ. ആ കാരുണ്യത്തെ ജാഗം പോലും പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ചൊന്ന നബിയേ, അവിടെ പോലും ഇബ്നു ഉമ്മി മക്തൂം നിങ്ങൾ അതേ ഉത്തരം കൊടുക്കുണിന്ത് നബിയേ. കേട്ട് വന്നോണ്ട് നെഗ്ലക്റ്റ് ആക്കണ്ട നബിയേ. നബി തങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നെഗ്ലക്റ്റ് ആക്കിയതല്ല, ഇബ്നു ഉമ്മി മക്തൂമയുടെ ഓടുപാട്ടിയതല്ല. അവിടെ അതേ വന്ന ചില കാഫിരീങ്ങളായ മനുഷ്യന്മാരെ സ്വർഗത്ത് കടത്തുകൊള്ളൊരു ദഅവത്ത് നടത്തിയതാണ്. അത് നബി തങ്ങളെ കാരുണ്യമാണ്. ഇബ്നു ഉമ്മി മക്തൂം എന്തായാലും കൂടെ കുറെ നേരം ഇക്കട ആളല്ലേ, അത് പിന്നെയെങ്കിലും കേട്ടത് ചൊന്നു കൊടുക്കല്ലേ ചൊന്നിട്ടാണ് നബി തങ്ങൾ അവിടെ ബാക്കിയായ മുഅ്മിനീങ്ങളെ. അതുപോലും ഖുർആൻ എടുത്തു ചൊന്തു. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ മുന്നിൽ എത്ര ആളാണ് കേട്ടോണ്ട് വേണ്ടേ, എത്ര ആൽമാരെ മുഖം നോക്കിയിട്ടാണ് നിങ്ങൾ ഇൻസൾട്ടാക്കിയിടേ. ചിലപ്പോൾ പുറത്ത് കാണുമ്പോൾ നല്ല സൗന്ദര്യമുള്ള ആളായിട്ടിക്കൂ, മാനസികമായി തളർന്ന ആളായിട്ടിക്കൂ ഞങ്ങളെ മുന്നൊരു പണ്ടേ.
അവൻ്റെ മുഖം നോക്കി പറയുമ്പോ ആ മനുഷ്യയുടെ മനസ്സ് പിന്നെയും പൊട്ടു. മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ഏതൊരാൾ കേട്ട് വന്നെങ്കിലും എന്ത് കേട്ട് വന്നെങ്കിലും നബി തങ്ങൾ ഇല്ല ചൊല്ലലില്ല. ഒരു നാളിങ്ങനെ ഖുതുബത്തുകനായി പത്തുമ്പോ നബി തങ്ങൾ സ്വഹാബത്തോട്ട് ചൊന്തിണ്ട്, നിങ്ങ എന്തും കേക്കറൂ, ഏത് കേട്ടതും അപ്പമേ ഞാൻ ചൊന്നു തീർക്കുക, അതുകൊണ്ട് നിങ്ങൾ കേൾക്കാണ്ടിക്കിടതാണ് നല്ലേ. ചൊന്നിട്ട് നബി തങ്ങൾ ഒരു വാർണിംഗും കൊടുത്തിട്ട് ഇങ്ങനെ പത്തുമ്പോ സ്വഹാബത്തിൽപ്പെട്ടൊരു സ്വഹാബി എഞ്ചിനുണ്ട് കേട്ടത്, ഓ നബിയേ അയിനാന നന്റെ സ്ഥാനം എവിടെ നബിയേ, അള്ളാഹുടെ മുന്നൊരു നന്റെ സ്ഥാനം എവിടെ നബിയേ. അത് എല്ലാത്തും ഉത്തരം കൊടുക്കുന്ന മജ്‌ലിസായിട്ടിന്ത്. നബി തങ്ങൾ ഫസ്റ്റ് കേച്ചൊന്നും എന്തും കേൾക്കണ്ട, കേട്ടെങ്കിൽ ഉത്തരം അപ്പമേ കിട്ടിപ്പോവൂ, ഉള്ളതുപോലെ മേച്ചൊന്നു പോവൂ. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് കേട്ട് പോയിട്ട് നന്റെ സ്ഥാനം ആഖിറത്തിൽ എവിടെയാണ് നബിയേ? നബി തങ്ങൾ ചൊന്തു, അന്ത ഫിന്നാർ, നീണ നരകത്തിലാൻ. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആ സ്വഹാബി നബി തങ്ങളെ ബായിലപ്പം കിട്ടിയ ഉത്തരമാണ്. എന്തേ കാരണം? ആ സ്വഹാബി എതിരിൽ മാത്രമേ സ്വഹാബിയായി നട്ടനാക്കിക്കൊണ്ടിരുന്ന ആള്, പെറോത്തുൽ ബത്തി വെച്ച് നടന്നുകൊണ്ടിരുന്ന ആള്, നബി തങ്ങളെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ആള് മുനാഫിഖായ ആളാണ്. അങ്ങളെ ബഗ്ഗയുള്ള എല്ലാ വിവരവും നബി തങ്ങൾ കിട്ടിപ്പോയിട്ട് അതുകൊണ്ടുടനെ ചൊന്തു അന്ത ഫിന്നാർ. രണ്ടാമത്തെ ആളുണ്ട് അവിടെ ആ സദസ്സില്, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവാണ്, സ്വഹാബിയാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മോനാണ്, ഹുദൈഫ അബ്ബയാണ്. ഹുദൈഫ ചൊല്ല ആള് വല്ലാത്ത ചന്തമുള്ള ആളാണ്. അൽഹംദുലില്ലാഹ് നാളെ സദസ്സിക്ക് ത്വഹ തങ്ങളുടെ ഉസ്താദ് എത്തിപ്പെട്ടിട്ട് എൻ്റെ പ്രസംഗം നിർത്തുകയായിട്ട് അല്ലാഹു തആല തങ്ങളുടെ ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും അവൻ്റെ ത്വഅത്തിലായി ഏറ്റിക്കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനൊരു സ്വഹാബി അവിടെ കേട്ടിട്ട്, നബിയെ നന്റെ ಬಗ್ಗೆ പറത്തിൽ ഇങ്ങനെ ചൊന്നുകൊണ്ടുള്ളാറ്, നന്റെ അബ്ബ ഹുദൈഫ ബാരി ചന്തത്തൊരു മനുഷ്യ, നാണ് മോന് അബ്ദുള്ള, നാണൊരു കറുത്ത ആള്. പലരും മാർക്കറ്റിലെല്ലാം പോകുമ്പോൾ ചൊല്ലാറ്, നിക്കും ഹുദൈഫക്ക് ഒരു ബന്ധമേ ഇല്ല, അബ്ബം മോനക്ക് ഒരു ബന്ധമേ ഇല്ല, അബ്ബടെ ഷേപ്പേ നിക്കില്ല, നീ കംപ്ലീറ്റ് കറുത്തിട്ടല്ലേ ഉള്ളേ, നിന്റെ അബ്ബ എത്ര ചന്ത. ചിലപ്പോൾ അങ്ങനെ പറഞ്ഞുണ്ടെന്തില്ല, സാധാരണ പണ്ടങ്ങനെ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞുണ്ടെന്തില്ല. അബ്ബ ബാര് ചന്ത മോനെന്തിക്കില്ല, മോന് ബാര് ചന്ത അബ്ബ കോലമേക്കില്ല, ഇങ്ങനല്ലേക്കില്ല. അത് അല്ലാഹു തആല പടച്ച രൂപത്തിലാണ് ഇക്കടെ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ ഈ സംശയമൊന്ന് തീർക്കുകയായിട്ട് എല്ലാ സ്വഹാബിയുടെ മുന്നിൽ കേട്ടത്, നബിയെ മൻ നബി, നന്റെ അബ്ബ ആറ് നബിയെ എന്ന് കേട്ടത്. അപ്പം നബി തങ്ങൾ എടുത്തു പായിക്ക് ചൊന്തു, നിന്റെ അബ്ബ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, നീ ഹുദാഫ ചൊല്ലെ അതേ ആളെ മോണ് നിക്ക് സംശയം വേണ്ട. അപ്പുണ്ട് ഇനൊരാളെഞ്ചിനുണ്ട് കേട്ടത്. ഇപ്പൊ പ്രശ്നം യാറാവ തുടങ്ങിയത്. അയാൾ കേട്ടത്, നബിയെ നന്റെ അബ്ബ ആറുണ്ട്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ ചൊന്തു, നിന്റെ അബ്ബ സാലിമു മൗലാബി ഷൈബ, നിന്റെ അബ്ബ സാലിമു ചൊല്ലെ ആളാൻ. ഈ ക്വസ്റ്റനിങ് ഇങ്ങനെ യാറാവുമ്പോ സാധാരണ നബിതങ്ങളെ ക്ലാസ്സിലെല്ലാം പെട്ടെന്ന് ഇടപെട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുട്ടു നിലത്ത് കുത്തിയിട്ട് പാതി എഞ്ചിനെടുത്ത് എല്ലാവർക്കും കാണ്ട പോലെ നബിതങ്ങളെ നോക്കിയിട്ട് ചൊന്തു, റദീനാ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനാ ബിമുഹമ്മദിൻ നബിയ്യാ. അല്ലാഹുവിന്റെ റബ്ബായി ഞങ്ങൾ പൊരുത്തപ്പെട്ട നബിയേ, ഇസ്ലാമുടെ ദീന ഇനങ്ങ പൊരുത്തപ്പെട്ട നബിയേ, റസൂലുള്ളാഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലായി ഞങ്ങ പൊരുത്തപ്പെട്ട നബിയേ. ഇനി തങ്ങളാണ്ട് അപ്പുറം ഒരു റസൂല് നോക്കില്ല, ഇസ്ലാമുടെ ആണ്ട് അപ്പുറം ഒരു ദീനില്ല, അല്ലാഹുടെ ആണ്ട് അപ്പുറം ഒരു റബ്ബില്ല. ഞങ്ങ തങ്ങ ചൊന്നതെല്ലാം സൈ നബിയേ, ഒന്നും ഈ മജ്ലിസിൽ എതിർക്കുകയില്ല.
അതുകൊണ്ട് ഇനി ആരും ക്വസ്റ്റൻ കേൾക്കണ്ട. ക്വസ്റ്റൻ കേട്ടെങ്കിൽ പലതും ഇവിടെ കേൾക്കാനായിട്ട് വരൂ. കാരണം നബി തങ്ങളത് ഉത്തരം തൻ്റെ ടൈമാണ്. സ്വഹാബത്ത് എല്ലാവരും ഉൾപ്പെട്ടു പോയാറുണ്ടാണ്. കാരണം കേൾക്കണ്ട ചെന്നിട്ടും കേട്ടല്ലേ. അതിൽ ഒരാൾക്ക് വേണ്ടാത്ത ഉത്തരമേ കിട്ടിയിട്ട് നരകത്തിൽ ചെന്നിട്ടു. അപ്പോഴാണ് പരിശുദ്ധമായ ഖുർആന്റെ ആയത്തലങ്ങളുടെ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലു അൻ അശ്യാഅ ഇൻ തുബ്ദ ലക്കും തസ്ഉകും. ഓ മുഅ്മിനീങ്ങളെ, എല്ലാം കേൾക്കുള്ളതല്ല, എല്ലാം കേൾക്കുള്ളതല്ല. കാരണം ചില പ്രശ്നങ്ങളെ ഉത്തരം നിങ്ങൾ കേട്ടാറുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേജാറായി പോവൂ. അവിടെ എല്ലാവരും പ്രശ്നം കേൾക്കുന്നതിന് പാട്ടിയാറുണ്ടാണ്. ഇതിലാശയം നബിതങ്ങളെ ആര് എന്ത് കേട്ടോണ്ട് വന്നെങ്കിലും കൊടുത്തോണ്ടിരുന്ന നേതാവാണ്. ഇൽമ കേട്ടോണ്ടിരുന്നവണെങ്കിൽ ഇൽമ കൊടുത്തോണ്ടിരുന്ന നേതാവ്, പൈസ കേട്ടോണ്ട് വന്നവനക്ക് പൈസ കൊടുത്തോണ്ടിരുന്ന നേതാവ്. കടത്ത സ്പഷ്ടയുമായി മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ മുന്നിലെത്തിപ്പെട്ടില്ലേ. ഓ നബിയെ, രണ്ടപ്പ കുറെ കടാക്കിട്ടാണ് മരണപ്പെട്ടേ. കുറെ പെൺമക്ക ഇനിയും ബാളകുള്ളാറ നബിയെ. രണ്ട് കയ്യിലാ സമ്പത്തൊന്നുമില്ല, കൊരിയ സമ്പത്താണ് അബ്ബ ബാക്കി വെച്ച് പോയിടേ. അത് എത്ര കൂട്ടിയെങ്കിലും കടം തീർക്കുക സാധ്യമല്ല നബിയെ. ഖതാദ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സമാധാനപ്പെടുത്തില്ലേ. മോനെ ഖതാദ, നിങ്ങളുടെ തോട്ടത്തിൽ എല്ലാ ഫലങ്ങാക്കിയിട്ട് അതിലെ കൊയിഞ്ഞിട്ടുക വന്നിട്ട് ഒരു മോത്തറാശിയിട്ടല്ലേ. അണ്ടത്തനാൽ നീ നണ്ട വിളിക്കണു ഖതാദ. സ്വഹാബത്തുക്ക് പ്രശ്നം ചൊല്ലുകൊള്ള ഒരു തനലായിട്ട് എന്ത് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നബി തങ്ങളെ പരമ്പരയിൽ വന്ന ഏതെല്ലാം ചാരങ്ങ ഉണ്ടാ അങ്ങ് ഖിയാമന്നാല് തോലെടുക്കടെ പ്രവർത്തന എന്തരേ. കുറെ മനുഷ്യന്മാരെ മനസ്സ് സന്തോഷിപ്പിക്കടതാണ്. അത് ഖുർറത്തു സാദാത്ത് തങ്ങളിൽ നിങ്ങൾ കണ്ട, ത്വാഹ തങ്ങളിലൂടെ ഞങ്ങൾ കണ്ട, ഞങ്ങളെ കഴിഞ്ഞുപോയ താജുല്ലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിൽ ഞങ്ങൾ കണ്ട. നിങ്ങളെ എല്ലാവരെയും സ്വരം എന്തിന് മുഅ്മിനീങ്ങളെ മനസ്സ് ഏതെങ്കിലും നിലക്കും സന്തോഷപ്പെടുത്തുന്നതാണ്. അതുക്കുള്ള കഴിവ് അല്ലാഹു തആല ചാരൽ കൊടുത്തുറാ. സുബ്ഹാനല്ലാഹ്. ഖതാദ റളിയല്ലാഹു അൻഹു നബി തങ്ങളിട്ട് പോയിട്ട് ജന്തു നബിയെ, നന്റെ തോട്ടത്തിൽ കൊയിഞ്ഞു വെച്ച ഈ തപലത്തെ റാശി നാണൊരു മോത്തിട്ട് വെച്ചിര നബിയെ. തങ്ങളെ നാണ് വിളിക്കുകയാണ് വന്നരേ. തങ്ങളുടനെ കൂടെയുള്ള സഹപ്രവർത്തകനായ ഖതാദ റളിയല്ലാഹു അൻഹു, സാമാന്യ വ്യക്തിയായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചോണ്ടും ആ ഈത്തപ്പലത്തെ റാശിയുടെ മുന്നിൽ എത്തിപ്പെട്ടില്ലേ. ഖതാദ റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, മോനെ ഖതാദ, അബ്ബ കട കൊടുക്കുള്ള ആൽമാരില്ലേ, അങ്ങളൊന്നൂടെ വിളിച്ചു കോട്ടു മോനെ. എല്ലാവരും വന്നാറ് നബിതങ്ങൾ സ്വന്തം കൈ കൊണ്ട് ഓരോ ചീലകും ഇങ്ങനെ നിറച്ചിട്ട് കൊടുത്തു തുടങ്ങിയിട്ട് എല്ലാരെ കടത്തുക സമാന അവിടെ ഈത്ത ഫലം ഇട്ട് കൊടുത്തു. സുബ്ഹാനല്ലാഹ്. കടക്കാര സംഖ്യമേ തീന്നു പോയിട്ട് ഇനി അവിടെ ബാക്കിയുള്ള ഖതാദയും നബിതങ്ങൾ മാത്രമാണ്. ഈ തപ്പലത്തെ റാശിക നോക്കുമ്പോ ആ തുടക്കത്തിലുള്ള അതേ റാശി അവിടെ ഉണ്ടു. ഒരു കുറവും അതിലില്ല. ഇല്ലാത്തത് ഉണ്ടാക്കുക സാധിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കേട്ടത് തരാതിക്കട നബിയല്ല ഞങ്ങളെ നബി. അത് ഹയാത്ത് കാലത്തിലും അതുപോലെ, മരണത്തിൽ പിന്നെയും അതുപോലെ. പ്രയാസമുള്ള ആൽമാറൊന്നു പോയി നബി തങ്ങളെ വിളിക്കറു. മദീനത്തിൽ എത്തിപ്പെടണൂട്ട് എന്തില്ല, ഉട തെച്ചിട്ടൊരു മൂലൽ തെച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ചൊന്നിട്ടൊന്ന് വിളിക്കറു മുഅ്മിനീങ്ങളെ. ഖുദ്ബിയദീ ഖല്ലത്ത് ഹൈലത്തി അദ്രിക്നി. മനസ്സ് പൊട്ടി വിളിക്കുമ്പോ ഉത്തരം തന്റെ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുക്കുള്ള എല്ലാ താക്കത്തും എല്ലാ കഴിവും അല്ലാഹു തആല നബി തങ്ങൾ കൊടുത്തുറ. ആ കഴിവ് കൊടുത്തോൻ അല്ലാഹുവാണ്. അല്ലാഹുടെ കഴിവുകു പരിധി നിശ്ചയിക്കുക, ഒരു ലിമിറ്റേഷൻ ഉണ്ടാക്കുക ഒരു മനുഷ്യക്കും അധികാരമില്ല. ആ കഴിവ് കൊടുത്ത നേതാവാണ്, കഴിവ് കൊടുക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല ആ നബി തങ്ങളെ നല്ലോണം മഹബ്ബത്ത് വയ്ക്കുകയും അവിടുത്തെ മദ്ഹ് ധാരാളം കേൾക്കുകയും പാടുകയുമുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ.
ഈ വന്ന മജ്ലിസിൽ വന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ആഫിയത്ത് തരട്ട്, ദീർഘായുസ്സ് കൊണ്ട് ത്വഅത്തിനെ അല്ലാഹു ഏറ്റിത്തരട്ട്. പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ട്. മരിക്കുന്ന ടൈമാകുമ്പോൾ എല്ലാ ഹക്കങ്ങും തീർത്തിട്ട് നസുഹായ തൗബയോടെ നല്ല സലാമത്തു സുദൂർ നല്ല മനസ്സോടെ അള്ളാഹുടെ മുന്നിൽ എത്തിപ്പെടുക. അള്ളാഹു ഞങ്ങൾ തൗഫീഖ് തരട്ട്. അതിക്ക് ഈ മജ്ലിസിന് കാരണമാവട്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ മജ്ലിസിന്റെ തുടക്കത്തിൽ ഈ മൂടബിദർ ഭാഗത്തിൽ വലിയ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അബ്ദുറഹ്മാൻ ഹസൻ ഉസ്താദിന്റെ പേരിൽ തഹ്ലീൽ ചൊന്ന, അതേപോലെ ഞങ്ങൾ ഏറ്റവും വലിയ തണലായിട്ട് ഖുറത്തു സാദാത്ത് കൂറാ തങ്ങളുടെ പേരിൽ തഹ്ലീലിങ്ങ സ്വലാത്തുങ്ങ എല്ലാം ഞങ്ങൾ ചൊന്ന. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ മജ്ലിസിന്റെ തുടക്കം നല്ല നിലക്ക് തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് നല്ല ബുർദങ്ങളെല്ലാം പാടിയിട്ട് നല്ല ദുആ മജ്ലിസോട് കൂടി അവസാനിക്കൂ എന്നാണ് ചൊന്നൊരു വിഷയം. നിങ്ങൾ ഓർമ്മയ്ക്കൂ, കഴിഞ്ഞ മജ്ലിസിൽ ഞങ്ങളെ ബുർദ ഫൗണ്ടേഷന് അധികൃതമായ ഒരു ജാഗം വേണു, അതേപോലെ നല്ലൊരു ബിൽഡിംഗ് വേണു. അതിക്കെല്ലാവരും മനസ്സറിഞ്ഞ് ദുആർക്കണം, ജാവും പോലും ഇല്ലാണ്ട് ദുആർക്കണം. അത് വന്നെങ്കിൽ കുറേ യോജന മനസ്സിലുണ്ട്. അല്ലാഹു തആല അതെല്ലാം പൂർത്തിയാക്കി തരട്ട്. അതെല്ലാം അള്ളാഹുടെ വജ്ഹികബേനായിട്ട് പ്രവർത്തിക്കുള്ള തൗഫീഖും അള്ളാഹു ഞങ്ങൾ തരട്ട്. ജീവിതം വലിയ ബർക്കത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ ബർക്കത്തിലും അള്ളാഹു ആക്കി തരട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.